വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടണ്ട. മന്ത്രി ഗണേഷ് കുമാർ പറയുന്നതാണ്. ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട നഗ്ന ഫോട്ടോസ് അവരുടെ കയ്യിലുണ്ട്. ചില കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ തന്റെ ഭർത്താവിനെ കാണേണ്ടി വന്നു, ഉപദ്രവിച്ചു, അപമാനിച്ചു, കൂടെയുള്ള ഗൺമാൻമാരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പമുള്ള ജോലിക്കാരെ കൊണ്ട് അവരുടെ ഫോണ് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. അങ്ങനെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് രംഗത്തെത്തി അദ്ദേഹം രാജിവെക്കണം എന്ന് പറയുന്നു. മാത്രമല്ല ഭാര്യ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, തന്നെ ഉപദ്രവിക്കുന്നതും തന്നെ ജീവനക്കാർ ശാരീരികമായി അല്ലെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് ഫോണ് പിടിച്ചു വാങ്ങുന്നതും ഒക്കെ പോലീസുകാർ കണ്ടിട്ട് നോക്കിക്കൊണ്ട് നിന്നു എന്നുള്ളതല്ലാതെ അതിൽ ഇടപെട്ടില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും അതിൽ കൃത്യമായി ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇപ്പോ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഇത് ആ തരത്തിലേക്ക് തന്നെ നമ്മൾ കാണേണ്ടി വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തനിക്ക് നിരവധി പ്രണയങ്ങൾ ഉണ്ട് എന്നൊക്കെ ഒരു മന്ത്രി തന്നെ ഒരു ഭയവുമില്ലാതെ പറയുന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? നട്ടലുള്ള മന്ത്രിയാണ്. ബാക്കി ഞാനിത് കുറച്ചു മുമ്പ് ഞാൻ പി.എസ്. മാഷോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് ആ അഭിപ്രായം തീർത്തു വന്നു. അഹമ്മദ് മാഷ്. അപ്പം ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ കാണിച്ചത് കണ്ടുപിടിച്ചു, ഭാര്യ പരാതിപ്പെട്ടു, അല്ലെങ്കിൽ അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ പറ്റി വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷെ അയാൾ പറയുന്നത് എനിക്ക് നിരവധി പ്രണയങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രണയവും എൻ്റെ സ്വകാര്യതയും ചർച്ച ചെയ്യേണ്ട, അതെൻ്റെ മണ്ഡലത്തിൽ ചർച്ച ചെയ്താലും അവർ പരിഗണിക്കത്തില്ല. ഞാൻ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ അവിടെ താല്പര്യത്തിനനുസരിച്ച് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്തു. മാത്രമല്ല ഇപ്പൊ കോൺഗ്രസിന്റെ KSUക്കാരനോ, ഞാൻ ആരെയും കുറ്റം പറയില്ല, കോൺഗ്രസ് പരാതിപ്പെട്ടുകൊണ്ട് മാത്രമല്ല KSUക്കാരന് ജബറി മേത്ത ഏതാണ്ട് രാജ്യസഭ ജബി മേത്ത. അപ്പൊ ജബി മേത്ത കിടന്ന് അലയ്ക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഊനുകുത്തി മണപ്പിക്കുന്ന പണിയല്ലേ. കാരണം ഗണേശൻ ഇപ്പം വെല്ലുവിളിച്ച് നിന്നതുപോലെ ഇവരുടെ ഭാഗത്തു നിന്ന് ഈ ആരോപണ വിധേയരായിട്ടുള്ള പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റ് പല MLA-മാർക്കോ ഒക്കെ പറയുമോ, രാജ്മോഹൻ മറ്റു പല MLA-മാർക്കോ ഒക്കെ പറയാൻ പറ്റുമോ? കാരണം അവർ പറഞ്ഞ അങ്ങനൊന്നും നടന്നിട്ടേ ഇല്ല, ഇങ്ങനെ നടന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഗണേഷ് കുമാർ പറയുന്നത് എനിക്ക് പ്രണയങ്ങളുണ്ട്, എൻ്റെ സ്വകാര്യതയാണ്, അതിനകത്ത് ആരും കൈകടത്തേണ്ടതില്ല, അത് എൻ്റെ ജനങ്ങൾ, എൻ്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ഒരവസ്ഥ. പിന്നെ ഇതിനകത്ത് പരാതിക്കാരിക്ക് പരാതിപ്പെടാം, അത് അവരുടെ അവകാശമാണ്. അവരുടെ ഭർത്താവിന് ഒരു അവിഹിതമുണ്ടെന്ന് കണ്ടാൽ അവർ തീർച്ചയായിട്ടും പ്രതികരിക്കും. അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലുമല്ല. പിന്നെ ഇതിനകത്ത് ഗണേഷ് കുമാറിന്റെ അപ്പുറത്തെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആരും പരാതിക്ക് വരുന്നില്ല. അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ കേസിൽ പുറകോട്ട് പരിശോധിക്കുമ്പോൾ എല്ലാം ഉള്ള രസവാദ. ലോകത്തുള്ളവരുടെ മൊത്തവും പേര് പറഞ്ഞ സരിതയും ഗണേഷ് കുമാറിനെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അല്ല ഒരു സ്ത്രീ, അതാണ് ഒരു സ്ത്രീയും ഗണേഷ് കുമാർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഇതുപോലുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷെ ഗണേഷ് കുമാറിനെതിരെ നിങ്ങൾ ഇതുവരെ ഒരു സ്ത്രീയും ഒരു ചാനലിൽ അരുൺകുമാർ കൃത്യമായി അവരോട് ചോദിക്കുന്നുണ്ട്, ബാലകൃഷ്ണ പിള്ള ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് എന്റെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ട്, ആ സഹായം രക്തബന്ധമല്ലേ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ആണ്, പക്ഷെ എനിക്കത് പറയാൻ താല്പര്യമില്ല. ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ അദ്ദേഹം കാണിക്കുന്നത് ശരിയോ തെറ്റോ എന്നോ വ്യാഖ്യാനിക്കാൻ എനിക്കറിയില്ല. പക്ഷേ അയാള് ഈ പരാതി ഇല്ലാത്തതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, അല്ലെ എൻ്റെ ബോധ്യത്തിൽ മനസ്സിലാവുന്നത്, അയാള് ഒരു സ്ത്രീയോടും അതേ രീതിയിൽ അയാൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരോട് മര്യാദ വിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചിട്ട് കളഞ്ഞു എന്നുള്ള ബോധ്യത്തിൽ പോകുന്ന ഒരു സ്ത്രീയുമില്ല. ബാക്കിയുള്ളവർക്കെല്ലാം പറ്റുന്നത് മാങ്കൂട്ടത്തിന്റെ പേരിലുള്ള പരാതി അതാ. കാരണം അവരെ താല്പര്യപ്പെടുത്തി അല്ലെങ്കിൽ സ്വാധീനിച്ച് ഉപയോഗപ്പെടുത്തിയിട്ട് പോയി. പട്ടുമല MLA-മാരുടെ രീതികൾ പറയും ഇയാളുടെ പേരിൽ അതുകൊണ്ട് പരാതി. ഇപ്പൊ വന്ന സ്ത്രീ പരാതി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാര്യയ്ക്ക് പരാതി ഉണ്ട്, അവരെ കുറ്റം പറയുന്നില്ല. ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ അവർക്ക് പരാതിപ്പെടാം. കാരണം മുമ്പേ പറഞ്ഞ പോലെ അവർക്ക് പരാതിപ്പെടാൻ പറ്റുന്ന പറഞ്ഞാൽ എനിക്ക് ഈ ഭർത്താവിനെ വേണ്ട. എന്താ കാരണം? കോടതി ചോദിക്കുമ്പോൾ അയാൾക്ക് അവിഹിതമുണ്ട്, അതെന്റെ തെളിവുണ്ട്. ഈ തെളിവും ഫോട്ടോയും ഒക്കെ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട്. അപ്പം എല്ലാം നമ്മളിവിടെ ഉള്ളവർ പറയും അത് ഗണേശന്റെ കാര്യം, നമുക്ക് എന്താ വേണം? അവർ എന്നിട്ടില്ലേ ഗണേശൻ അവരെ പ്രേമിച്ചതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തതോ ആ രീതിയിലൊക്കെ സംസാരം വരുത്തുന്നത്. അതിന്റെ സാർ അതിന്റെ ഒരു പുരുഷൻ ഒരു ഭാര്യയെ ചതിക്കുമ്പോ അല്ലെങ്കിൽ താലികെട്ടി ഒരു സ്ത്രീയെ ചതിക്കുമ്പോൾ എത്ര നിസ്സാരമായിട്ടാണ് സാർ അതിനെ കുറിച്ച് പറയുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ്. ഒരു ഭാര്യയാണത്, താലി കെട്ടി കൊണ്ടുവന്ന് ജീവിതകാലം മുഴുവൻ നിന്നെ നോക്കിക്കോളാം എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് കൊണ്ടുവന്ന ഒരു ഭാര്യ. അതിനകത്ത് ഞാൻ പറഞ്ഞ അതിനകത്ത്
ഈ വികാരം കൊള്ളുമ്പോഴും അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ആ ഭാര്യയും കൂടെ വിചാരിക്കണം അയാള് ഭാര്യ ധർമ്മപത്നിയാണോ. ധർമ്മഭക്തിക്ക് ഒത്തിരി വ്യാഖ്യാനമുണ്ട്, ഞാൻ ചാനലായതുകൊണ്ട് പറയുന്നത്. അപ്പൊ അതല്ലാതെ വരുമ്പോഴാണല്ലോ ധർമ്മഭക്തിമാരെ തിരക്കി ഒരുപക്ഷെ വെളിയിൽ പോകേണ്ട ഒരവസ്ഥ വരും. ഈ വിവാഹം എന്ന് പറയുന്ന കരാറിൽ ധന്യ ഈ പറഞ്ഞതൊന്നുമില്ല. ബാക്കിയൊക്കെ നമ്മുടെ മനസ്സിലുള്ള സാമൂഹ്യ മര്യാദകൾ മാത്രമാണ്. അഗ്നിസാക്ഷിയായി കല്യാണം കഴിക്കും, എൻ്റെ ജീവിതത്തിൽ നീ അല്ലാതെ ഒരു സ്ത്രീയെ ഞാൻ തൊടാൻ പോകുന്നില്ല എന്നൊരു പുരുഷനും പറഞ്ഞിട്ടില്ല, തിരിച്ചുമില്ല കേട്ടോ. അങ്ങനത്തെ ചരിത്രവും ഇല്ല. ഇതേ ഫ്രീഡം ഞാൻ പറയുന്നത്, ഇതേ ഫ്രീഡം സ്ത്രീക്കുണ്ട്. അല്ല സാറേ, ഒരു മിനിറ്റ്, ഞാൻ പരസ്യമായിട്ട് പറയുന്നത് ഇതേ ആർജവം നിങ്ങൾ കാണിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ, ഒറ്റ സെക്കൻഡ് സാർ, ഞാൻ കണ്ടിട്ടുള്ള മലയാളത്തിലെ പേര് കേട്ട ഒരു എഴുത്തുകാരി, നിരൂപക, അവർ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ പേരും പറയാതിരിക്കുക, പ്രൊഫസർ എസ് ശാരദക്കുട്ടി, ഡോക്ടർ എസ് ശാരദക്കുട്ടി സാറ് മാഡം, അവരുടെ ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെയൊക്കെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു, എനിക്ക് ഒരു പുരുഷനെ കൊണ്ട് തൃപ്തി അടയാൻ കഴിയില്ല. അതിന് നിങ്ങൾ എന്തർത്ഥത്തിലെടുത്താലും വേണ്ടില്ല, ഒരു പുരുഷനിലും ഞാൻ സംതൃപ്തയല്ല. അത് പറയാൻ പെണ്ണും ആർജവും കാണിക്കണം. മറ്റൊരു ഗണേഷ് കുമാറായിട്ട് പെണ്ണുങ്ങളൊക്കെ വരണം മാറണം ഞാൻ പറയും. പക്ഷെ പെണ്ണത് പറയുമ്പോഴേ മാഷേ, പെണ്ണിന് കൽപ്പിക്കുന്ന ചില രീതികളുണ്ട്, അല്ലെങ്കിൽ ചില പുറംചട്ടങ്ങളുണ്ട്, അതിൽ പറയാൻ കഴിയില്ല. അത് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറയുന്നത്, ഇത് പഴയ കാലം തൊട്ട്, ദൈവത്തിന്റെ കാലം തൊട്ട്, ഞാൻ ഇത് എത്തിക്സ് ദൈവത്തിന്റെ കാലം തൊട്ട് കിടക്കുക. ഹിന്ദുക്കളെ പരിശോധിക്കുമ്പോൾ മഹാവിഷ്ണുവിന് 2, പരമശിവന് 2, അതെ മുരുകന് 2, അയ്യപ്പ മാത്രമേ ഉള്ളൂ ഇത് വേണ്ട. ദൈവദോഷം പറയണം. അല്ല, വിശ്വാസം അപ്പം ആ രീതിയിൽ പോലും അനുവദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത്, മനസ്സിലായി. മതപരമായ ന്യായം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറയുന്നത് അതൊക്കെ ഈ വിശ്വാസം വളരെ പവിത്രമാണ്, അത്ര തന്നെ മനോഹരമാണ്. അതിനകത്ത് അതിന് വിഹിത അവിഹിതം, ദൈവങ്ങൾക്ക് അവരുടെ നിയമങ്ങളാണ്, അവിഹിതം എന്നൊന്നുമല്ല എന്ന് പറയാം. മനുഷ്യൻ ചെയ്യുമ്പോൾ അത് അവിഹിതം, ദൈവം ചെയ്യുമ്പോൾ അത് അവിഹിതം. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത്, നമ്മൾ ഈ വിവാഹത്തെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ സങ്കല്പങ്ങളൊന്നും നിയമങ്ങളല്ല, സങ്കല്പങ്ങളാണ്. എൻ്റെ വിവാഹ സങ്കല്പം എന്നാണ് പറയുക, സങ്കല്പങ്ങളാണ്. സങ്കല്പത്തിൽ ഇതൊക്കെ ഉണ്ട്, എനിക്ക് മരണം വരെ നീയും നിനക്ക് ഞാനും മതി എന്നൊക്കെയുള്ള നമ്മുടെ സങ്കല്പമാണ്. സത്യത്തിൽ അത് ഇതൊന്നും നിയമമല്ല, നിയമത്തിന്റെ സുരക്ഷയില്ല, പരിരക്ഷയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പൊ സാറ് പറഞ്ഞൊരു വാക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗണേഷ് കുമാർ ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവാം. ഗണേഷ് കുമാറിനെ ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ ഇവരും വരുന്നത്? അതെ, ഉറപ്പായിട്ടും. ഇത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു പാപമാണോ, ഒരു കുറ്റമാണോ? രണ്ടുപേർ ചേർന്ന് ചെയ്യുന്ന ഒരു ആക്ഷൻ, ഒരു ആക്ട്, അത് ക്രൈം ആകട്ടെ അല്ലാത്തതാവട്ടെ, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, തുല്യമായ പങ്കില്ലേ രണ്ടുപേർക്കും? രണ്ടുപേരും അതിന്റെ സുഖവും അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കുന്നവരോടൊപ്പം അതേ നീതിയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഞാൻ പറയുന്നത്, ഈ കേസുകളിലൊക്കെ ക്രൈമിന്റെ അംശം വരുന്നത് പിന്നീടാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എന്താ? അവനെ ആഗ്രഹിച്ചിട്ട് അവൻ പറയുന്ന ഫ്ലാറ്റ് അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് ഒക്കെ അവന്റെ കൂടെ ചെന്ന് കിടക്കുന്നവരാണ് ഈ കേസ് കൊടുക്കുന്നത്. പക്ഷേ പിന്നീട് അവർ തമ്മിലെ ടേംസ് മാറുമ്പോൾ നിർബന്ധിച്ച് എന്താ പറയാ, ഗർഭഛിദ്രം നടത്തിക്കുന്നു, ഇല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ അവന്റെ ഉള്ളിലെ ക്രിമിനൽ പുറത്തു വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഒരു അതിരുകടന്ന പുരുഷൻ മാത്രമല്ല, അതിരുകടന്ന മനോരോഗിയോ ക്രിമിനലോ അവന്റെ കൂടെ ഉണ്ട്. അത് വാസ്തവമാണ്, അവന്റെ സന്ദർഭങ്ങളൊക്കെ. സാറ് പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഗണേഷ് കുമാറിനോട് കമ്പയർ ചെയ്യും. ഗണേഷ് കുമാറിന്റെ ഒരാൾ ആരാ പരാതിപ്പെട്ടത്? ഗണേഷ് കുമാർ. ഞാൻ പറയുന്നത് ഓക്കെ, നമ്മൾ ഇവരെ ഒന്നും വെള്ളപൂശുക എന്നുള്ളതല്ല നമ്മുടെ ന്യായം. പറയുന്നത്, ഒരാൾക്കെതിരെ, ഒരു ഇന്ത്യൻ പൗരനെതിരെ നിങ്ങളൊരു കുറ്റം ആരോപിക്കണം, മന്ത്രിയാവട്ടെ, MLA ആവട്ടെ, ആരാവട്ടെ, നിന്റെ വെറും ഒരു സാധാരണ കൂട്ടുകാരനാവട്ടെ, ഒരു ക്രൈം ആരോപിക്കണമെങ്കിൽ ഒന്നുകിൽ ഇന്ത്യൻ നിയമപ്രകാരം അയാൾ കുറ്റം ചെയ്യണം, വേണ്ടേ? രണ്ടാമത്തെ കേസ് ശരിയാണ്, കല്യാണം കഴിക്കുന്ന ഇന്ത്യൻ സംസ്കാര പ്രകാരം വിവാഹം ചെയ്ത, പ്രത്യേകിച്ചും ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്ത ഒരാൾക്ക് സാമൂഹ്യ മര്യാദ പാലിക്കണം. സാമൂഹ്യ മര്യാദ എന്താ? ഒരു ഭാര്യയെ പ്രകോപിപ്പിക്കുന്ന മട്ടിൽ അവരുടെ വീട്ടിൽ അവരുടെ കൺമുമ്പിൽ വെച്ച് പരസ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മണ്ടത്തരം ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മണ്ടത്തരമാണ്. അപ്പോഴും അയാളെ ഞാൻ മാനിക്കുന്നത്, അയാൾ തുറന്നു പറഞ്ഞു, എനിക്കൊരുപാട് ബന്ധങ്ങളുണ്ട്, അതിനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നിന്നോ പെണ്ണെ, അല്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങിച്ചു പോയിക്കോ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് പുരുഷന് മാത്രമല്ല, ഇതേ കാര്യം സ്ത്രീക്കും ഉണ്ടെന്നേ ഞാൻ പറയുന്നത്. നിനക്കിപ്പോ നിന്റെ ഭർത്താവ് മാത്രം, പേഴ്സണലി അല്ല ഞാൻ പറയുന്നത് കേട്ടോ, നിന്റെ ഭർത്താവ് അല്ലാത്ത ഒരാളോട് ജീവിതത്തിൽ ഇഷ്ടം തോന്നിയെന്ന് വിചാരിച്ചു, അയാളോടൊപ്പം ഏതറ്റം വരെയും ജീവിക്കാൻ നിനക്ക് അവകാശമുണ്ട്, പ്രൊവൈഡഡ്, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ,
നിന്നിൽ പിറന്ന മക്കളുണ്ടെങ്കിൽ അവരോട് അമ്മ എന്ന നിലയിൽ നീ ലയബിളാണ്, അവരോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് നിനക്ക്. ഇനി നിന്റെ ഭർത്താവ് നിന്നോടൊപ്പം ഇപ്പോഴും ജീവിതം പങ്കിടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാതെ, അദ്ദേഹത്തെ വേദനിപ്പിക്കാതെ സാമൂഹ്യ ജീവിതം തുടരാനുള്ള ബാധ്യത നിനക്കുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? നിന്നോട് അയാൾക്ക് ഇഷ്ടം ഇല്ല, അല്ലെങ്കിൽ വിരോധം തോന്നുന്നു, തിരിച്ചും തോന്നുന്നു. നിങ്ങൾക്ക് ഫാമിലി കോർട്ടിൽ പോകുമ്പോൾ ധന്യക്ക് പരപുരുഷ ബന്ധമുണ്ട് എന്ന് അയാൾക്ക് ആരോപിക്കാം, തെളിവ് ഹാജരാക്കണം. അത് മാത്രമേ ഒരു ഗ്രൗണ്ടിനകത്തുള്ളൂ. ഇങ്ങനൊരു കേസിൽ ഇതിന് നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യം ഇതാണ്. ഒന്ന്, ഒരു പ്രശ്നത്തെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യാൻ മലയാളിക്ക് പലപ്പോഴും പറ്റുന്നില്ല. ഇതിലെവിടെയാണ് രാഷ്ട്രീയം, എവിടെയാണ് സാമൂഹ്യം, എവിടെയാണ് നിയമപരം? ഈ 3 തരത്തിൽ ഈ കേസിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഞാൻ ഇന്ന് വരെ ഉന്നയിച്ച് കേട്ട കേസ്, ഇപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. വന്ന കേസുകൾ, മുകേഷിനെതിരെ വന്ന കേസ് എന്താ? സരിത കൊടുത്ത കേസാണ്. അത് കുടുംബ കേസാണ്. എന്നാല് ഗണേഷ് കുമാറിന്റെ ആരെങ്കിലും മുകേഷിന്റെ എണ്ണം എടുത്തിട്ടുണ്ടോ? എത്ര പേര്? മുകേഷിന് ധൈര്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഇവൻ ധൈര്യപ്പെട്ട് പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു ആ പിറന്ന ഗുണം കൂടി ആയിരിക്കും തറവാട്. അതുകൊണ്ട് ഇതിലൊരു കാര്യമില്ല. പിന്നെ മുഖ്യമന്ത്രി നടപടി എടുത്തില്ല. മുഖ്യമന്ത്രിക്ക് നടപടി എടുക്കാനൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ചോദിച്ചത് എന്താണെന്നറിയോ? ഇവള് ഇപ്പൊ കണ്ണീരും കയ്യുമായിട്ട് പറയുന്നുണ്ടല്ലോ, അവളെ ഗണേഷ് കുമാർ ഉപദ്രവിച്ചപ്പോ പോലീസ് നോക്കിയിരുന്നു. ഗണേഷ് കുമാറിന്റെ സുരക്ഷക്കാണ് സർക്കാർ കൊടുത്ത പോലീസ്. മാത്രമല്ല മന്ത്രി അവിടെ വന്ന് കയറിയിട്ട് ഇവന്റെ സ്വകാര്യതയെ നുഴഞ്ഞു നോക്കിയിട്ട് അവനെ ശല്യപ്പെടുത്തുകയും അവനെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന ആരാവട്ടെ, ഭാര്യയല്ല ആരാവട്ടെ, അവർക്ക് പ്രൊട്ടക്ഷൻ അല്ല ഈ പോലീസ്. പക്ഷേ സമയം അതിക്രമിച്ചു. പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഈ ഭാര്യയും ഭർത്താവിന്റെ മുറി എന്ന് പറയുന്നവർ രണ്ടുപേരും സ്വകാര്യതയാണല്ലോ, രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള സ്വകാര്യതയാണല്ലോ. അവിടേക്ക് ഭർത്താവിന്റെ റൂമിലേക്ക് ഒരു ഭാര്യ കടന്നു വരിക എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു സ്ത്രീ കാണുമ്പോൾ ആ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ആ ഒരു സിറ്റുവേഷനിൽ ആ ഭാര്യ എന്തും കാണിക്കും. ചിലപ്പോൾ വഴക്കുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, അടിക്കും, തല്ലും, വിളിച്ചു പോവും, കരയും, എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടാക്കും. കാരണം ഭാര്യയാണ് അവർക്ക് ആ സമയത്ത് ഉണ്ടാവുന്നത്. തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ഉണ്ടാവുമ്പോൾ തിരിച്ച് ഭർത്താവിനും അങ്ങനെ തന്നെയാണ് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്. ആ സമയത്ത് ആ സ്ത്രീ ആ സിറ്റുവേഷൻ സൃഷ്ടിക്കപ്പെടരുതായിരുന്നു. പക്ഷെ ഒരു ന്യായം അക്കാര്യത്തിലും നീ തന്നെ പറഞ്ഞത് വെച്ചിട്ട് ഗണേഷ് കുമാറിന് സ്വകാര്യത എവിടെയാണ്? അല്ല, അതില് നമ്മൾ തന്നെ നേരത്തെ സംസാരിച്ചത് വെച്ച് ആണെങ്കിൽ ഞാൻ അറിഞ്ഞത്, എനിക്കതിനപ്പുറം അറിഞ്ഞൂടാ, ഇവര് തമ്മിൽ ഒരു മെന്റൽ ഡിറ്റാച്ച്മെന്റ്, മാനസികമായ അകലം 6 മാസം വേറിട്ട് കഴിയുന്ന, അതും ഗണേഷ് കുമാറിനെ പോലൊരു പുരുഷൻ 6 മാസം മാനസികമായ അകന്ന് കഴിയുന്നുണ്ടെങ്കിൽ അയാൾ എന്നോ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മനസ്സുകൊണ്ട്. മാത്രമല്ല ഈ മന്ത്രി ഇരിക്കുന്നിടത്ത്, ഇത്രയും സംരക്ഷണം ഉള്ളിടത്ത് ഇതുപോലെ സ്ത്രീ വന്നിട്ടുണ്ടെന്ന് അറിയിക്കണമെങ്കിൽ അതിനകത്തുനിന്ന് പോയതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ അപ്പോഴും പറയുന്നത് ഗണേഷ് കുമാറിന്റെ ഗൺമാൻ, ഗണേഷ് കുമാറിന്റെ സുരക്ഷയ്ക്ക് നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മൾ വിട്ടുകൊടുത്ത പോലീസ് അവിടെ വലിഞ്ഞു കയറി വരുന്ന ഒരു പെണ്ണിന് സംരക്ഷണം കൊടുക്കാനുള്ളതല്ല. അവളെ വന്ന് ഗണേഷിനെ ആക്രമിച്ചാൽ സംരക്ഷണം കൊടുക്കണം. നമ്മുടെ മന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാനാ, അയാളെ ശല്യപ്പെടുത്താൻ വന്ന ഒരു സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കാനില്ല. കേരളത്തിലെ പൊന്നു ഭാര്യമാരെ, ഭർത്താക്കന്മാരെ എങ്ങോട്ട് പോയാലും പരാതി കൊടുക്കാൻ കഴിയില്ല, ഭാര്യമാര് പോയാലും പരാതി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗണേഷ് കുമാർ സേഫ് ആണ്. അല്ല, അതിന്റെ വസ്തുതയായിട്ട് പറഞ്ഞു, ഗണേശ് ആയതുകൊണ്ടല്ല. അതെ, ആരായാലും നമ്മൾ ഇത് കേട്ടപ്പോ പേടിയാവളെ പക്ഷേ ഇതൊക്കെ വല്ലതും എനിക്കറിയില്ല എന്തൊക്കെ എവിടെയൊക്കെയാണ്. എന്തായാലും ഗണേഷിന്റെ രാഷ്ട്രീയ ഭാവി ഒന്നും ഇതോടെ തീരാനൊന്നും പോകുന്നില്ല. ഗണേഷ് പറയുന്നത് പോലെ കൂടത്തേ ഉള്ളൂ. എനിക്ക് കുറെ അതിനകത്ത് വേറെ ഒരു ചെറിയ ഉദാഹരണം കൂടെ. തിരുവല്ല നേരത്തെ മാമൻ മത്തായി അതൊരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹം പരസ്യമായിട്ട് വീട്ടിൽ കയറുമായിരുന്നു, പരസ്യമായിട്ട് കള്ളു കുടിക്കുമായിരുന്നു, റോഡിൽ മുണ്ട് പൊക്കി മൂത്രം ഒഴിക്കുമായിരുന്നു. പക്ഷെ ആ മനുഷ്യനെ അവിടുത്തെ തോപ്പിക്കത്തില്ല. എന്താണെന്നറിയാം, അതൊന്നും അല്ല, അയാളെ മണ്ഡലത്തിന് കൊള്ളാം, അയാളെ അനുവദിക്കുന്ന സ്ത്രീകളുടെ മുമ്പിൽ അയാൾ പോകുന്നത്. അയാൾ കള്ളു കുടിക്കുന്ന അയാളുടെ സ്വകാര്യത, പരാതി കൊടുത്തിട്ടില്ല. കള്ളു കുടിക്കുന്ന പുള്ളിയുടെ ഇതിനു വേണ്ടിയാ. അതുകൊണ്ട് അവിടുത്തെ നിയോജകമണ്ഡലത്തിലെ വികസനത്തിനോ അവിടുത്തെ നാട്ടുകാർക്കോ മറ്റാർക്കോ ഒരു ബുദ്ധിമുട്ടില്ല. അയാൾ എന്തും ജയിപ്പിക്കുമായിരുന്നു. അപ്പൊ ഇതൊക്കെ ജനം ഇതേ നോക്കുന്നുള്ളൂ, ജനത്തിന്റെ കൂടെ ഉണ്ട്. അത് എന്നുവെച്ചാൽ ആ തിരുവല്ലക്കാര് പൊളിറ്റിക്കലാണ്, അവർക്കറിയാം ഏതാ രാഷ്ട്രീയം ഏതാണ് സ്വകാര്യം.